ഹായ് ഓൾ, എംഫേവർ ലേണിംഗ് ആപ്പിലേക്ക് സ്വാഗതം. 2024 തെരഞ്ഞെടുത്ത പ്രധാന ചോദ്യങ്ങൾ, അതായത് നമ്മുടെ വരാനിരിക്കുന്ന മത്സര പരീക്ഷയ്ക്ക് ഈ ഒരു ഭാഗത്തു നിന്നും കുറഞ്ഞത് 2-3 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാം. നമ്മുടെ ആദ്യ സെഷനാണ്. ഈ ഒരു ക്ലാസിന്റെ നോട്ടിനായിട്ട് എംഫേവർ കേരള PSC എന്ന ടെലഗ്രാമിൽ സെർച്ച് ചെയ്യുക. നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തുകൊണ്ട് അവിടെ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. സോ മുന്നേയുള്ള കറണ്ട് അഫെയർ നോട്ടുകളെല്ലാം ടെലഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ആദ്യ ചോദ്യം, 2020 G20 ഉച്ചകോടി, ഇന്ത്യ G20യുടെ ഭാഗമായിട്ടുള്ള രാജ്യമാണ് ഇന്ത്യ. സോ 2024 G20 ഉച്ചകോടിയുടെ വേദി അതാണ് ബ്രസീൽ. സോ വേദിയാകുന്ന രാജ്യം ബ്രസീലാണ്. സ്ഥലം ഏതെന്ന് ചോദിച്ചാൽ റിയോ ഡി ജനീറോ. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വർഷം 2023 ഇന്ത്യയിൽ വെച്ചായിരുന്നു. ഇന്ത്യയിൽ എവിടെ വെച്ചായിരുന്നു എന്ന് ചോദിച്ചാൽ ഡൽഹി എന്ന് പറയരുത്, ഗുജറാത്തിലെ ഗാന്ധി നഗർ. അതാണ് വളരെ പ്രധാനം, തെറ്റിക്കും. 2025 സൗത്ത് ആഫ്രിക്കയിൽ വെച്ചും 2026 USA വെച്ചായിരിക്കും G20 ഉച്ചകോടി നടക്കുക. ഇന്ത്യയിലെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ നിലവിൽ വന്നത്, അണ്ടർ വാട്ടർ മെട്രോ ഹൂഗ്ലി നദിയുമായി ചേർന്നാണ്. ഉത്തരം കൊൽക്കത്ത. മൂന്നാമത്തെ ചോദ്യം നോക്കിയേ, 2024 7ാമത് ഇന്റർനാഷണൽ സ്പൈസ് കോൺഫറൻസ് വേദി. ഓൾറെഡി കേരള PSC ചോദിച്ചു കഴിഞ്ഞു. ഉത്തരം ന്യൂഡൽഹി ആണ്. എന്നാൽ ഇതിന്റെ തീം കൂടി നോക്കിക്കോളുക, ഷേപ്പിംഗ് ദ ഫ്യൂച്ചർ ട്രെൻഡ്സ് ആൻഡ് ഇൻസൈറ്റ്സ് എന്നുള്ളതാണ്. ഓക്കെ, സോ ഇന്റർനാഷണൽ സ്പൈസ് കോൺഫറൻസ് വേദി 7ാമത്തെ എഡിഷനാണ് 2024 നടന്നത്. ഇന്ത്യയിലെ കായിക താരങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് നൽകിയ ആദ്യ സംസ്ഥാനം, അതായത് 2024 ഇന്ത്യയിലെ കായിക താരങ്ങൾക്ക്, അതായത് ഈ പറയുന്ന കേരളവുമായി ബന്ധപ്പെട്ടാണ് ഒരു സംസ്ഥാനം ഇത്തരത്തിൽ ഈ സർട്ടിഫിക്കറ്റ്, ഇപ്പൊ എല്ലാം ഡിജിറ്റൽ യുഗമാണ്. ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായിട്ട് എല്ലാം തന്നെയും ഡിജിറ്റലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ട് ഈ സർട്ടിഫിക്കറ്റ് കായിക താരങ്ങൾക്ക് ആദ്യമായിട്ട് കേരളത്തിൽ നൽകി എന്നുള്ളതും ഓർത്തിരിക്കണം. രാജ്യത്തെ ആദ്യ സ്കിൽ ഇന്ത്യ സെന്റർ നിലവിൽ വന്നത് എവിടെ എന്നാണ് ചോദ്യം. ഒഡീഷ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒഡീഷയിലെ സംബൽപൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് സ്കിൽ ഇന്ത്യ സെന്റർ ആദ്യമായിട്ട് വന്നിരിക്കുന്നത്. ഒഡീഷയുടെ പുതിയ മുഖ്യമന്ത്രി നവീൻ പട്നായിക് മാറി പകരം BJPയുടെ മോഹൻ ചരൺ മാജി, ആദ്യമായിട്ടാണ് ഒരു BJP മുഖ്യമന്ത്രി ഒഡീഷയിൽ വരുന്നത്. മാത്രമല്ല ഒഡീഷയിൽ നിന്നുള്ള ആദ്യ മുസ്ലിം വനിതാ MLA വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്നുള്ള സോഫിയ ഫിർദോസ്. 2024 അന്താരാഷ്ട്ര ബൗദ്ധിക സ്വത്തവകാശ സൂചിക, അതായത് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഇൻഡെക്സ് എന്ന് പറയും. ഓക്കെ, 2024 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 42 ആണ്. 1ാം സ്ഥാനം USA ആണ്. USA ശേഷം UK-യും ഫ്രാൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ ഭൗതിക സ്വത്തവകാശ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 42 ആണ്. ലോക ആരോഗ്യ സംഘടന വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യ നഗരം കൊച്ചിയാണ്. ഇതേ കൊച്ചിക്ക് തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത കൂടിയുണ്ട്. യുണൈറ്റഡ് നേഷൻസ് എൻവയറൺമെന്റ് പ്രോഗ്രാം, എല്ലാവർക്കും അറിയാം, കെനിയയിലെ നൈറോബി ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന UN ഏജൻസിയാണ് UNEP. ജനറേഷൻ റീസ്റ്റോറേഷൻ പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിലെ നഗരം കൊച്ചി, അതും കൊച്ചിയാണ് കേട്ടോ. അപ്പോൾ UNEPയുടെ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് തിരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിലെ നഗരവും കൊച്ചിയാണ്. ജനറേഷൻ റീസ്റ്റോറേഷൻ പദ്ധതി. 2025 വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് വേദി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഉത്തരം ടോക്കിയോ. കഴിഞ്ഞ വർഷം PSC ചോദിച്ച ഒരു ചോദ്യമായിരുന്നു. 2023 വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്കായിട്ട് ഗോൾഡ് മെഡൽ നേടിയ താരം, ഇന്ത്യക്ക് ഒരേ ഒരു മെഡലേ നേടിയുള്ളൂ, ഗോൾഡ് മെഡൽ. ജാവലിൻ ത്രോയിൽ, അത്ലറ്റിക്സ് ആണല്ലോ, ജാവലിൻ ത്രോ അത്ലറ്റിക്സ് ആണ്. ജാവലിൻ ത്രോയിൽ ഗോൾഡ് മെഡലുമായിട്ട് നീരജ് ചോപ്ര വന്നു. അത് വളരെ വലിയ ഒരു ചോദ്യമായിരുന്നു. 2023 വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ആയിരുന്നു. അതിന്റെ വേദി ബുഡാപെസ്റ്റ്
ഹംഗറി. യൂറോപ്പിലെ ഒരു രാജ്യമാണ് ഹംഗറി. ഹംഗറിയുടെ തലസ്ഥാനമായ ബുഡാപെസ്റ്റിൽ വെച്ചായിരുന്നു. 2027 ബെയ്ജിങ്ങിൽ വെച്ച് നടക്കും. ചൈന. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ 2022 കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ പുള്ളിപ്പുലികളുടെ എണ്ണം, അതായത് ലെപ്പേർഡ്, ഓക്കെ, ലെപ്പേർഡ്, ടൈഗർ അല്ല, ലെപ്പേർഡ്. ഇനി ഉത്തരം എന്ന് പറയുന്നത് 13,874. എന്തുകൊണ്ടാണ് 2024 കാര്യം നമ്മൾ പഠിക്കുന്നത്? 2024 മാർച്ച് മാസത്തിലാണ് ഇത് പ്രസിദ്ധീകരിച്ചത്. 2022 കണക്ക് 2024 പ്രസിദ്ധീകരിച്ചത്. അപ്പോ ശ്രദ്ധിക്കണം, 2018 നിന്നും 2022 മാറിയപ്പോൾ പുള്ളിപ്പുലികളുടെ എണ്ണം 8% വർദ്ധിച്ചു എന്നാണ് മന്ത്രാലയം കണ്ടെത്തിയിരിക്കുന്നത്. ആകെ മൊത്തം എത്ര? 13,874. ഏറ്റവും കൂടുതലുള്ളത് മധ്യപ്രദേശ് ആട്ടോ, മധ്യപ്രദേശാണ്. മധ്യപ്രദേശിന് ശേഷം മഹാരാഷ്ട്രയും കർണാടകയും തമിഴ്നാടൊക്കെ ഉണ്ട്. ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ പുള്ളിപ്പുലികൾ കാണുന്നത് കർണാടകയിലാണ്, ശേഷം തമിഴ്നാട്, അതിനൊക്കെ ശേഷം മാത്രമേ കേരളമൊക്കെ വരത്തുള്ളൂ. 2024 തോമസ് കപ്പ്, യൂബർ കപ്പ് ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ബാഡ്മിന്റനുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. ചാമ്പ്യൻഷിപ്പിന്റെ വേദി ചൈന. 2020 12,000 റൺസ് തികയ്ക്കുന്ന ആദ്യ ഇന്ത്യൻ താരം അത് വിരാട് കോഹ്ലിയാണ്. ഇപ്പോഴത്തെ എല്ലാ റെക്കോർഡ്സും വിരാട് കോഹ്ലിയാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. സച്ചിന്റെ ഉൾപ്പെടെയുള്ള റെക്കോർഡുകൾ ഭേദിക്കാനിരിക്കുകയാണ്. ഇന്ത്യയിലെ ആദ്യ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം, നാഷണൽ ഡോൾഫിൻ റിസർച്ച് സെന്റർ ഇന്ത്യയിൽ ആദ്യമായിട്ട് തുടങ്ങി. എവിടെ? ഗംഗാ നദി ഒഴുകുന്ന ഒരു പ്രദേശമായിരിക്കണം അല്ലെ? അപ്പോൾ ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ ബീഹാറിന്റെ തലസ്ഥാനമായ പാട്നയിലാണ്. തകഴി സ്മാരക സമിതി ഏർപ്പെടുത്തിയ തകഴി സാഹിത്യ പുരസ്കാരം ഈ വർഷം ലഭിച്ച സാഹിത്യകാരൻ ആരെന്നുള്ളതാണ്. അത് MK സാനു. അപ്പൊ തകഴി പുരസ്കാരം MK സാനുവിന് ലഭിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ നദീതട മാനേജ്മെന്റ് പദ്ധതിയിലേക്ക്, നമ്മൾ ഇംഗ്ലീഷിൽ പറയും അല്ലെ, വാട്ടർഷെഡ് മാനേജ്മെന്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ഈ ഒരു പദ്ധതിയിലേക്ക് തെരഞ്ഞെടുത്തവയിൽ ആകെ മൊത്തം ഇന്ത്യയിൽ നിന്നും 6 നദികൾ തെരഞ്ഞെടുക്കപ്പെട്ടതിൽ 1 കേരളത്തിൽ നിന്നാണ്. അതാണ് ഇവിടുത്തെ സവിശേഷത. പെരിയാർ. ഇന്ത്യയുടെ ജൻ ഔഷധ പദ്ധതിയുടെ ഭാഗമാകുന്ന ആദ്യ വിദേശ രാജ്യം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ജൻ ഔഷധ് പദ്ധതി എന്ന് പറയുന്നത്. ജൻ ഔഷധി പദ്ധതി എന്താണ്? നമ്മുടെ നാട്ടിലൊക്കെ പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി എന്നൊക്കെ പറഞ്ഞിട്ട് മെഡിക്കൽ സ്റ്റോറുകൾ തുറന്നിട്ടിട്ടുണ്ട്. അതായത് ജനങ്ങൾക്ക് ആവശ്യമുള്ള മരുന്നുകൾ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ അവർക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ജൻ ഔഷധി സ്റ്റോറുകൾ നമ്മുടെ രാജ്യത്ത് വിവിധ ഇടങ്ങളിൽ ഇപ്പോൾ തുറന്നിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു പദ്ധതിയുടെ ഭാഗമാകുന്ന മറ്റൊരു വിദേശ രാജ്യം മൗറീഷ്യസ് ആണ്. മൗറീഷ്യസിൽ ഒരുപാട് ഇന്ത്യൻ വംശജരൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ടൊക്കെയാണ് ആ ഒരു താല്പര്യം വന്നിരിക്കുന്നത്. അന്താരാഷ്ട്ര പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവൽ 2024 അന്താരാഷ്ട്ര പാരാഗ്ലൈഡ് എന്ന് പറയുമ്പോൾ തന്നെ വർക്കല വന്നവർക്ക് എല്ലാവർക്കും അറിയാം, അവിടെ പാരാഗ്ലൈഡിംഗ് ഉണ്ട്. അതുപോലെ തന്നെ വാഗമൺ, ഏറ്റവും പ്രധാനമായിട്ട് വർക്കല, അതുപോലെ തന്നെ വാഗമൺ ഒക്കെയാണ് ഈ പാരാഗ്ലൈഡിംഗ് കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ ശ്രദ്ധിക്കണം, 2 വർക്കല അല്ലെങ്കിൽ വാഗമൺ ഈ പറയുന്ന ഓപ്ഷൻസ് ഒരുമിച്ച് വന്നാൽ ശ്രദ്ധിച്ചോളണം, വാഗമൺ ആണ്. ഓക്കെ, ഒരു കണ്ണാടി പാലമൊക്കെ വന്നായിരുന്നു വാഗമണിൽ. ഇനി നമുക്ക് നോക്കാം പരംവീർ ചക്ര ഗാർഡൻ. പരംവീർ പുരസ്കാരങ്ങളെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്. പരംവീർ ചക്ര ഗാർഡൻ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. എവിടെയെന്ന് ചോദിച്ചാൽ തമിഴ്നാടാണ്, തമിഴ്നാട്ടിലെ താമ്പരം. 2024 100ാമത് ജന്മദിന വാർഷികം ആചരിക്കുന്ന മലയാളി അല്ലെങ്കിൽ മലയാള എഴുത്തുകാരൻ എന്നുള്ളതാണ്. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന നാടകം രചിച്ച വ്യക്തിയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, തോപ്പിൽ ബാസി. അദ്ദേഹം ജനിച്ചത് 1924 മരിച്ചുപോയി. 2024 77ാമത് കാൻ ഫിലിം ഫെസ്റ്റിവലിൽ, പാരീസിൽ വെച്ച് നടക്കുന്ന കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഗ്രാൻഡ് പ്രിക്സ് നേടിയ ചിത്രം, അതായത് ഗ്രാൻഡ് പ്രിക്സ് നേടിയ ചിത്രം ഇന്ത്യൻ ചിത്രമാണ് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന് പറയുന്നത്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഏറ്റവും മികച്ച ചിത്രത്തിന് കിട്ടുന്ന പുരസ്കാരമാണ് പാം ഡിയോർ എന്ന് പറയുന്നത്. അതിന് ലഭിച്ചത് ഏത് ചിത്രത്തിനാണെന്നുള്ളത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാതെ ആയി മാറി. കാരണം പാം ഡിയോറിന് ശേഷം ഏറ്റവും വലിയ പുരസ്കാരം എന്ന് പറയുന്നത് ഗ്രാൻഡ് പ്രിക്സ് പുരസ്കാരമാണ്. അതൊരു ഇന്ത്യൻ ചിത്രത്തിന് ലഭിച്ചിരിക്കുകയാണ്, ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. ഓക്കെ, അപ്പോൾ അതിന്റെ സംവിധാനം പായൽ കപ്പാഡിയാണ്. പലസ്തീന്റെ പുതിയ പ്രധാനമന്ത്രി മുഹമ്മദ് മുസ്തഫ. ഇനി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ പ്രസിഡന്റ്. നമുക്കറിയാം ഇറാൻ ഇസ്രായേലിനെതിരെ ഒരു ഓപ്പറേഷൻ നടത്തി, ഓപ്പറേഷൻ ട്രൂ പ്രോമിസ്.
കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ. ഇപ്പോ 2024 മാർച്ചിൽ തന്നെ സംഭവിച്ച മറ്റൊരു കാര്യമാണ് ഹെലികോപ്റ്റർ അപകടത്തിൽ. ആരും നനച്ചില്ല, ഇറാന്റെ പരമോന്നത പ്രസിഡന്റ്, അവിടുത്തെ നമ്പർ 1 ആണ് അദ്ദേഹം, ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ടു. യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം അഥവാ UNDP-യുടെ 2024 റിപ്പോർട്ടുകൾ വന്നു. ആ 2024 റിപ്പോർട്ടുകൾ പ്രധാനമായിട്ടും 2 സൂചികകൾ, ഇൻഡെക്സിനെ കുറിച്ചാണ്. ഒന്ന് 2022 ലിംഗ അസമത്വ സൂചനയും മറ്റൊന്ന് 2022 മാനവ വികസന സൂചികയുമാണ്. ഓക്കെ, അപ്പൊ 2022 സൂചികയാണ് 2024 പബ്ലിഷ് ചെയ്തതെന്ന് ഓർത്തുകൊള്ളണം. ലിംഗ അസമത്വ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 108 ആണ്. 1-ാം സ്ഥാനം സ്വിറ്റ്സർലാൻഡ്. ഓക്കെ, ഇനി മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 134 ആണ്. 1-ാം സ്ഥാനം നോർവേ. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ജെൻഡർ ഇൻഇക്വാലിറ്റി അഥവാ ലിംഗ അസമത്വ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 108, 1-ാം സ്ഥാനം സ്വിറ്റ്സർലാൻഡ്. ഇനി ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഇന്ത്യയുടെ സ്ഥാനം 134, 1-ാം സ്ഥാനം നോർവേ. രണ്ടും യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി ഹരിതകർമ്മ സേന പ്രവർത്തനം കാര്യക്ഷമമാക്കാൻ ആരംഭിച്ച ആപ്പ്. ഹരിതകർമ്മ സേന ഉത്തരവ് എന്ന് പറയുന്നത് ഹരിതമിത്രമാണ് അല്ലെ. ഹരിതകർമ്മ സേന എന്ന് പറഞ്ഞാൽ നാട്ടില് കളക്ടറിനേക്കാളും ജാടയും മുടയും അഹങ്കാരമൊക്കെ പിടിച്ച ആൾക്കാരാണ്, സൂക്ഷിച്ചൊക്കെ പെരുമാറണം. ഓക്കെ, ഇനി കേന്ദ്ര സർക്കാരിന്റെ സ്മാർട്ട് സിറ്റി 2.0 പദ്ധതിയിലേക്ക്, അതായത് 2ാം ഘട്ട സ്മാർട്ട് സിറ്റി പദ്ധതിയിലേക്ക് കേരളത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഏക നഗരം തിരുവനന്തപുരമാണ്. 2024 മാർച്ചിൽ ആഭ്യന്തര സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഹെയ്ത്തി ഒരു നോർത്ത് അമേരിക്കൻ രാജ്യമാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയേണ്ടത്, ഹെയ്ത്തിയിൽ നിന്നും തൊട്ടടുത്ത അയൽ രാജ്യമായ ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിലേക്ക് ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കാൻ ഇന്ത്യ നടത്തിയ ഓപ്പറേഷന്റെ പേരും വളരെ പ്രധാനമാണ്. ഓപ്പറേഷൻ ഇന്ദ്രാവതി ഉറപ്പായും ചോദിച്ചിരിക്കും. ഇനി 2024 ജെൻഡർ ഇൻഇക്വാലിറ്റി ഇൻഡെക്സും ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സും 2022 2024 പ്രഖ്യാപിച്ചത് അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്തത്. ഇത് 2024 തന്നെ ലോക ഹാപ്പിനെസ് വാർഷിക റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 126, 1-ാം സ്ഥാനം ഫിൻലാൻഡ് ആണ് കേട്ടോ, ഫിൻലാൻഡ്. ഇനി നമുക്ക് അറിയാവുന്ന 2 കാര്യങ്ങളാണ്. ആന്ധ്രാപ്രദേശിന്റെ പുതിയ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു, അദ്ദേഹത്തിന്റെ പാർട്ടി തെലങ്കാന ദേശം പാർട്ടിയാണ്. ഉപമുഖ്യമന്ത്രി എന്ന് പറയുന്നത് പവൻ കല്യാൺ ആണ്. പവൻ കല്യാൺ തെലുങ്കു സിനിമാ താരമാണ്, ചിരഞ്ജീവിയുടെ അനിയനാണ്. ജനസേന പാർട്ടിയാണ് അദ്ദേഹത്തിന്റെ പാർട്ടി, പവൻ കല്യാണിന്റെ പാർട്ടി. ഹരിയാനയുടെ മുഖ്യമന്ത്രി മുന്നേ മനോഹർലാൽ ഖട്ടർ ആയിരുന്നു. അദ്ദേഹം പുതിയ കേന്ദ്ര മന്ത്രിസഭ നിലവിൽ വന്നതോടുകൂടി അദ്ദേഹം കേന്ദ്ര ഊർജ മന്ത്രി, പവറുമായി ബന്ധപ്പെട്ട് വരുന്ന മന്ത്രിയാണ്. അപ്പൊ ഹരിയാനയുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി നയബ് സിംഗ് സൈനി. സിക്കിമിന്റെ ഹരിയാനയുടെ മുഖ്യമന്ത്രി കേട്ടോ, നയബ് സിംഗ് സൈനി. സിക്കിമിന്റെ മുഖ്യമന്ത്രി വീണ്ടും പ്രേംസിംഗ് തമാങ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ 700 വിക്കറ്റ് ക്ലബിൽ ഇടം നേടുന്ന ആദ്യ പേസ് ബൗളർ അത് ജെയിംസ് ആൻഡേഴ്സൺ ആണ്. ഓക്കെ, അതുപോലെ തന്നെ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ 1000 റൺസ് നേടുന്ന ഇന്ത്യൻ താരം യശസ്വി ജയ്സ്വാൾ. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കുക. സോ നോട്ട് പൂർണ്ണമായിട്ടും ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. ഇത് എഴുതി വെക്കേണ്ട, ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് ഔട്ട് എടുത്ത് പഠിക്കുക. നന്ദി. വീണ്ടും അടുത്തൊരു ക്ലാസ്സിൽ കാണാം.